എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താണ് ബിറ്റ്കോയിൻ്റെ വില കൂടാത്തത്, എന്താണ് ബിറ്റ്കോയിന് പറ്റിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റ് വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷനിലൂടെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുന്നത് അല്ലേ. കഴിഞ്ഞ 2-3 ബുൾ മാർക്കറ്റ് കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വയലൻ്റ് ആയിട്ട് മുകളിലോട്ടാണെന്നുണ്ടെങ്കിലും താഴോട്ടാണെന്നുണ്ടെങ്കിലും വളരെ വൊളട്ടൈലായിട്ടായിരുന്നു കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റും ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക, ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ബുൾ മാർക്കറ്റ് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. എസ്പെഷ്യലി ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം കുറേ കാലം ബിറ്റ്കോയിൻ അങ്ങനെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നു, പിന്നെ കുറച്ച് കാലം വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു. അങ്ങനെ ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. ഇപ്പോൾ റിട്ടേണിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $82,500 ട്രേഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ, അതായത് ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് 344-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഇതേ ഒരു ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ 3 ബുൾ മാർക്കറ്റിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എങ്ങനെ മുകളിലോട്ട് പോയി എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട്. ഓക്കെ, സോ 2012 പോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 344 ദിവസം എങ്ങനെയാണോ മുകളിലോട്ട് പോയത്, അതേപോലെ കഴിഞ്ഞ വർഷം ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി $1.5 മില്യൺ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിൽ 2016 പോലെ എങ്ങനെയാണോ 2016 ബിറ്റ്കോയിൻ ബിഹേവ് ചെയ്തത്, അതേപോലെ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം 2024 കഴിഞ്ഞ വർഷം ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയിരുന്നുവെങ്കിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു $245,000 മുകളിൽ എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല 2020 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 344 ദിവസം എങ്ങനെയാണോ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയത്, അതേപോലെ കഴിഞ്ഞ വർഷം ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 344 ദിവസം ഇന്നേ വരെ മുകളിലോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഓൾറെഡി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു $82,000 പകരം ഇപ്പോൾ ഏകദേശം ഒരു $400,000 മുകളിലോട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $82,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ലോ പ്രൈസാണ് അല്ലേ. അബ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു ടൈം പീരീഡിൽ, അതായത് 344-ാമത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു പീരീഡിൽ 311% റിട്ടേൺ ആണ്. 2020 ഹാൽവിങ് ഇതേ ഒരു ടൈം പീരീഡിൽ 564% റിട്ടേണിലോട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 27% ആണ്. വളരെ വലിയ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ബുൾ മാർക്കറ്റ് വളരെ ലാഗിങ് ആയിട്ടുള്ള ഒരു പുവർ പെർഫോമൻസ് ആണ് ബിറ്റ്കോയിൻ കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മുകളിലോട്ടും താഴോട്ടും പോകുന്നതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ൻ്റെ ബേസിലാണ് അല്ല. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാരണം കൊണ്ടല്ല ബിറ്റ്കോയിൻ്റെ പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മുകളിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. സോ അത്തരത്തിലുള്ള ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇത് തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അനാലിസിസിൻ്റെ ബേസിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. മേ ബി ഇതല്ലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും, നമുക്കറിയാത്ത വല്ല കാരണങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഇത്ര വലിയ രീതിയിൽ ഇങ്ങനെ ഒരു അണ്ടർ പെർഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ETF കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ETF എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ബില്യൺസ് ഓഫ് ഇൻഫ്ലോ ETF വന്നിട്ടും എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ മുകളിലോട്ട് പോവാത്തത് എന്ന് നമ്മൾ ഒരു വീഡിയോയിലൂടെ മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ETF അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിറ്റ്കോയിൻ വാങ്ങുന്നതും വിൽക്കുന്നതും അത് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത് പോലെയല്ല. അവരിപ്പോൾ OTC ഡെസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ നടക്കുന്നത്, ബിറ്റ്കോയിൻ്റെ വിലയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സ്പോട്ട് മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് കൂടുതൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് പ്രൈസിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്തത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡിസ്കവറി നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ചുരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ വർഷം ബിറ്റ്കോയിൻ ETF അപ്രൂവ് ചെയ്യുന്നത് വരെയും
ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇൻക്ലൂഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ബിറ്റ് കോയിൻ വാങ്ങുക? ബിറ്റ് കോയിൻ വാങ്ങുന്നത് നേരെ എക്സ്ചേഞ്ചുകളിൽ പോയിട്ടാണ് അല്ലേ. അതായത് ഇപ്പോൾ ബൈനാൻസ് പോലുള്ള, കോയിൻ ബേസ് പോലുള്ള, ക്രാക്കൻ പോലുള്ള അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിൽ USDT സ്റ്റേബിൾ കോയിൻസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ബിറ്റ് കോയിൻ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് സ്പോട്ട് മാർക്കറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബിറ്റ് കോയിൻ്റെ ലിക്വിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുകയും ഈ ഒരു ഓർഡർ ബുക്കിനെ അഫക്റ്റ് ചെയ്യുകയും അത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എപ്പോഴും കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിലും ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സപ്ലൈ ഷോക്ക് ഉണ്ടാവുന്നത് ഈ ഒരു പെട്ടെന്ന് വലിയ രീതിയിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ കുറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിലോട്ട് വലിയ രീതിയിൽ ഉള്ള ഒരു ഇൻഫ്ലോ, ഒരു റീറ്റെയിൽ ഇൻഫ്ലോ വരുന്ന സമയത്ത് അത് ഡയറക്റ്റായിട്ട് ഓർഡർ ബുക്കിനെ അഫക്റ്റ് ചെയ്യുകയും ബിറ്റ് കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ബൈ പ്രഷർ അവിടെ ഉണ്ടാവുന്നത് കാരണം കൊണ്ടാണ് പെട്ടെന്ന് ഒരു സ്പൈക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ETF വന്നതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ETF വന്നത് കാരണം കൊണ്ട് തന്നെ അവർക്ക് എക്സ്ചേഞ്ചിലൂടെ സ്റ്റേബിൾ കോയിൻസും മറ്റും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബിറ്റ് കോയിൻ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ നേരെ എന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലൂടെ അവർ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നേരെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ETF ആണ് അവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ്ലി ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് ബിറ്റ് കോയിൻ വാങ്ങിക്കുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുന്നതിന് പകരം ഇത്രയും പൈസ, അതായത് 100 കണക്കിന് 1000 കണക്കിന് ആളുകളുടെ പൈസ ഡയറക്റ്റായിട്ട് പോകുന്നത് ബ്ലാക്ക് റോക്കിൻ്റെയും ഫിഡിലിറ്റിയുടെയും കയ്യിലോട്ടാണ്. അപ്പോൾ ഈ ഫിഡിലിറ്റിയും ബ്ലാക്ക് റോക്കൊക്കെ എങ്ങനെയാണ് ബിറ്റ് കോയിൻ വാങ്ങുന്നത്? അവർ നേരെ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിൽ പോയിട്ട്, അതായത് സ്പോട്ട് ബിറ്റ് കോയിൻ എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് മാർക്കറ്റിൽ നിന്നും ബിറ്റ് കോയിൻ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. അവർ OTC ഡെസ്കിലൂടെ, ഓവർ ദ കൗണ്ടർ ഡെസ്കിലൂടെ ഓഫ്ലൈനായിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവർ വാങ്ങിക്കുന്നത് അല്ല. ഈ കാരണങ്ങളാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഇൻഫ്ലോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ബിറ്റ് കോയിൻ ETFകളുടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ വലിയ ഇൻഫ്ലോ വരുന്ന ദിവസങ്ങളിൽ പോലും ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ വലിയൊരു മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഇൻഫ്ലോ ഇല്ലാത്ത സമയത്തും ബിറ്റ് കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചെറിയ ഇൻഫ്ലോ ഉള്ള ദിവസങ്ങളിലും വലിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ സാധിക്കും. പക്ഷേ വലിയ ഇൻഫ്ലോ വരുന്ന സമയത്ത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏറെക്കുറെ ഫ്ലാറ്റ് ആവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ETF അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് നമ്മൾ എക്സാക്ട്ലി കഴിഞ്ഞൊരു ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബുൾ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇൻഫ്ലോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ 2020 ബുൾ മാർക്കറ്റിൽ ഹാൽവിങ് വന്നതിന് ശേഷം, ഹാൽവിങ് കഴിഞ്ഞിട്ട് ഇതേ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $52 ബില്യൺ ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. അത് $52 ബില്യൺ എന്ന് പറയുന്നത് USDTയുടെ ഗ്രോത്താണ്. ഓക്കെ, അപ്പോൾ USDT ഹാൽവിങ് നടന്നതിന് ശേഷം ഇത്രയും $1 ബില്യൺ ഗ്രോത്ത് USDTയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും USDT ബിറ്റ് കോയിനിലോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി ബിറ്റ് കോയിനിൽ മാത്രമല്ല വന്നിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ടോട്ടൽ എന്താ പറയുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫാർ, അതായത് 2024 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം USDTയിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം $62 ബില്യൺ ഇൻഫ്ലോ ആണ് വന്നിട്ടുള്ളത്. അതായത് USDTയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് $62 ബില്യൺ ആണ്. അതേസമയം ETF വന്നിട്ടുള്ള ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിലോ $36 ബില്യൺ ആണ്. മൈക്രോ സ്ട്രാറ്റജി ഈ ഒരു 1 ഇയർ കൊണ്ട് വാങ്ങിച്ചിരിക്കുന്നത് $26 ബില്യൺ ആണ്. സോ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഈ ഒരു 2020 നമുക്ക് ഈ ഏകദേശം ഒരു $52 ബില്യൺ ടോട്ടൽ ഇൻഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ബിറ്റ് കോയിനിലോട്ട് വന്നിരിക്കുന്നത് $120 ബില്യൺ ഇൻഫ്ലോ ആണ്. പക്ഷേ നമ്മൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു USDT എക്സ്ചേഞ്ച് വഴി വന്നിട്ടുള്ള ഈ ഒരു $62 ബില്യൺ ഇൻഫ്ലോയ്ക്ക് ഔട്ട്ഫ്ലോവും ഒരുപാട് സെൽ പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ജർമ്മനി ആണ് എന്നുണ്ടെങ്കിലും GBTCയുടെ സെൽ ഓഫ് ആണ് എന്നുണ്ടെങ്കിലും മൈനേഴ്സിൻ്റെ സെൽ ഓഫ് ആണ് എന്നുണ്ടെങ്കിലും ഇതെല്ലാം ഏകദേശം ഒരു $39 ബില്യൺ സെൽ പ്രഷറാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജർമ്മനി ആണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നത് എക്സ്ചേഞ്ചുകളിലൂടെയാണ് സെല്ലിങ് നടക്കുന്നത്.
അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൂടെ വന്നിരിക്കുന്ന ആ ഒരു നെറ്റ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $23 ബില്യൺ മാത്രമാണ് വന്നിട്ടുള്ളൂ. പക്ഷേ അതേസമയം ബിറ്റ് കോയിനിലോട്ട് വന്നിരിക്കുന്ന മറ്റുള്ള ഇൻഫ്ലോ, അതായത് റീറ്റെയിൽ ഇൻഫ്ലോ ആണ് എന്നുണ്ടെങ്കിലും ETF-കളിലൂടെ വന്നിട്ടുള്ള ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജിയിലൂടെ വന്നിട്ടുള്ള ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിലും ഏകദേശം $62 ബില്യൺ ആണ്. അപ്പോൾ ഈ ഒരു മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും റീറ്റെയിൽ ഇൻഫ്ലോ ആണ്, ETF ആണ് എന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ ബാധിച്ചിട്ടേ ഇല്ല. അതേസമയം റീറ്റെയിൽ ഇൻഫ്ലോ, അതായത് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൂടെ വന്നിട്ടുള്ള ഇൻഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൽ പ്രഷറും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് ഒരുപാട് മാറിയത് കാരണം കൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസിന്, അതായത് ഇത്രയും ഇൻഫ്ലോ വന്നിട്ടും ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഓക്കെ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റ് വരെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും എക്സ്ചേഞ്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകളും ETF-ലും ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് അത് മുന്നേ ഉള്ള പോലെ വലിയ രീതിയിൽ സെൻസിറ്റീവ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ETF-ലൂടെ വന്നിരിക്കുന്ന ഇത്രയും ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി ഇത്രയും വലിയൊരു ഇൻഫ്ലോ, ഇത്രയും വലിയൊരു ബൈയിങ് നടത്തുന്നതും എല്ലാം ഇത് ലോങ് ടേമിൽ വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ ഷോർട്ട് ടേമിൽ എങ്ങനെയാണോ കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഈ ഒരു ബൈയിങ് പ്രഷർ എത്രമാത്രം ഒരു സെൻസിറ്റീവ് ആയിരുന്നോ അത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ബിറ്റ് കോയിൻ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു ബിറ്റ് കോയിൻ ഇങ്ങനെ ഒരു അണ്ടർ പെർഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവാനും ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആളുകൾക്കുണ്ടായിരുന്നു, അല്ല, അതായത് ഒരുപാട് ഇപ്പോൾ ട്രംപ് 20-ാം തീയതി ഇപ്പോൾ വൈറ്റ് ഹൗസിൽ വന്നതിന് ശേഷം ഒരുപാട് ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസികൾ എടുക്കും എന്നും അത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെ പല ആളുകളും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. ട്രംപ് വന്നതിന് ശേഷം എക്സാക്റ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ട്രംപിന് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മീം കോയിൻസ് ലോഞ്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സിനെയും ബാധിക്കുന്നതും നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. അത് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഒരു ക്രിപ്റ്റോ സ്പേസിലുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ആളുകൾ ഈ ഒരു ട്രംപിൻ്റെ മീതെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ പോയത് കാരണം കൊണ്ടും ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു, അല്ലെങ്കിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ ഈ ഒരു ബുൾ മാർക്കറ്റ് തീർന്നു എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മേ ബി അതായിരിക്കാം ഒരു റീസൺ. ഓക്കെ, മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്, ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഈ ഒരു മാർക്കറ്റ് സൈക്കിള് ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് അണ്ടർ പെർഫോം ചെയ്യുന്നത്, അത് കാരണം കൊണ്ട് തന്നെ അതിനെ ഫോളോ ചെയ്യുന്ന ഈ ഒരു ബിറ്റ് കോയിൻ അണ്ടർ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ പല വീഡിയോസിലും ഇത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങും ഈസിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഓക്കെ, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഉണ്ടായാൽ മാത്രമാണ് ബിറ്റ് കോയിൻ മുകളിലോട്ട് പോവുകയുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം 2017 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ 2017 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇല്ല, 2020 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഉണ്ട് താനും. പക്ഷേ 2020 ബിറ്റ് കോയിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 2017 കുറവാണ്. ഓക്കെ, 2020 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഉണ്ടായിട്ട് ബിറ്റ് കോയിൻ മുകളിലോട്ട് പോയത് 2017 ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇല്ലാതെ മുകളിലോട്ട് പോയതിനേക്കാളും കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അത് ബിറ്റ് കോയിൻ അഫക്റ്റ് ചെയ്യേണ്ട ഒരു കാരണം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലേ? പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ രീതിയിൽ കോറിലേറ്റഡ് ആയത് കാരണം കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കാരണങ്ങൾ ഇതായിരിക്കാം എന്ന് പറയുന്നതും അത് ഒരു ഈസിങ് വരികയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാക്രോ സെൻറ്റിമെൻ്റ് ഉള്ളത് കാരണം കൊണ്ടായിരിക്കാം ബിറ്റ് കോയിൻ്റെ പ്രൈസ് അണ്ടർ പെർഫോം ചെയ്യുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പറയാം. ഓക്കെ,
അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 എക്സ്പ്ലനേഷൻസ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ അണ്ടർ പെർഫോം ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഞാൻ കാണുന്നത് ഈ ഒരു ETF വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ഒരു ചേഞ്ച് കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ബിറ്റ് കോയിൻ്റെ കേസ് മാത്രമല്ല, അപ്പോൾ ആൾട്ട് കോയിൻസ് അണ്ടർ പെർഫോം ചെയ്യുന്നതിനും ഈ ഒരു ETF ഒരു പരിധി വരെ കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ബിറ്റ് കോയിൻ മുന്നേ ആളുകൾ ബിറ്റ് കോയിനിൽ ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു സംഭവമായിരുന്നു ആൾട്ട് കോയിൻസ്. ഓക്കെ, ഇപ്പോൾ ബിറ്റ് കോയിൻ ഒരു 10% മുകളിലോട്ട് പോകുമ്പോൾ ഒരു 30-50% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി ആളുകളും ആൾട്ട് കോയിൻസ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ഒരു സൈക്കിളിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജി പോലുള്ള മൈനിങ് സ്റ്റോക്ക് പോലുള്ള ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് അവൈലബിൾ ആണ്. ബിറ്റ് കോയിൻ ഒരു 10% മുകളിലോട്ട് പോകുമ്പോഴും ഒരു 3 to 4 times ഒക്കെ മുകളിലോട്ട് പോകുന്ന സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ആ സ്റ്റോക്കുകളുടെ മീതെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ സ്റ്റോക്കുകളുടെ മീതെ ലെവറേജ്ഡ് ETF അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ആൾട്ട് കോയിൻസ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ETF വന്നിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ബിറ്റ് കോയിൻ കൂടുന്നില്ല എന്നുള്ളതിൻ്റെ. ഇനി എന്ത് ട്രിഗർ ആവും, ഓക്കെ, ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകാൻ എന്ത് കാരണം ഉണ്ടാവാം, അതായത് എന്തൊക്കെ കാരണം കൊണ്ട് ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകാം. പക്ഷേ ഇതൊരു നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മേ ബി ഫെഡറൽ റിസർവ് ഇനിയൊരു പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കലും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ വലിയ രീതിയിൽ മുകളിലോട്ട് പോവാം. പെട്ടെന്ന് ഈ ഒരു സെൻറ്റിമെൻറ്റ് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് US ഗവൺമെൻറ് ഒരു ബിറ്റ് കോയിൻ വാങ്ങാനുള്ള ഇപ്പോൾ തന്നെ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ സിന്ധ്യ ലൂമൻസിൻ്റെ 1 million ബിറ്റ് കോയിൻ വാങ്ങാനുള്ള ഈ ഒരു ബില്ല് കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യുകയും ബിറ്റ് കോയിൻ വാങ്ങും എന്ന് US ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ളൊരു ട്രിഗർ ആവാം. ഇനി അതല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അനോണിമസ് മെയിൽ എപ്പോഴും ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു 5% ബിറ്റ് കോയിൻ മുകളിലോട്ട് പോയാൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് അല്ലേ. അപ്പോൾ ഒരു അനോണിമസ് വെയിൽ മേ ബി ഒരു വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ബിറ്റ് കോയിൻ വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എക്സ്ചേഞ്ചുകൾ വലിയ രീതിയിൽ ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകുന്നത് ചിലപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒരു ട്രിഗർ ആവാം. ഇനി അതല്ല, ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇപ്പോൾ 2020 ജനുവരി ഫെബ്രുവരിയിലൊക്കെ എങ്ങനെയാണ് എലോൺ മസ്ക് ഈ ഒരു പെട്ടെന്ന് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തത്, ബിറ്റ് കോയിൻ ടെസ്ല ആഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത പോലെ ഇപ്പോൾ വീണ്ടും എലോൺ മസ്ക് ബിറ്റ് കോയിൻ വാങ്ങുന്നു എന്നുള്ളൊരു ന്യൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബില്യണയർ ബിറ്റ് കോയിൻ വാങ്ങുന്നു എന്നുള്ളൊരു ന്യൂസോ കാര്യങ്ങളോ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ മുകളിലോട്ട് പോകാൻ സഹായിക്കാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്തായാലും നമ്മുടെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് കൂടുതൽ ബിറ്റ് കോയിൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ബിറ്റ് കോയിൻ ഈ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു സമയത്താണ് എന്നുണ്ടെങ്കിലും ബിറ്റ് കോയിൻ ഇത്തരത്തിലൊരു ലോ പ്രൈസിലുള്ള സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ബിറ്റ് കോയിൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.